എല്ലാവർക്കും നമസ്കാരം. ഓം ഗം ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ. മൂഢത്വം ച ഹരേ ദേവി ത്രാഹി മാം ശരണാഗതം. ഓം ശ്രീ ദക്ഷിണാമൂർത്തയേ മഹ്യം ബുദ്ധിം പ്രതിഭാം പ്രയച്ഛ സ്വാഹ. നമഃ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഹവേ കേതവേ നമഃ. മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വർദ്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതോ വാചം ന സദദാതു നൈകകിരണ ത്രൈലോക്യദീപോ രവിഃ. കൈലാസാദ്രീശകോണേ സുരവിടപിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദം ഗാരാദിപീഠോപരി പരിലസിതം സേവ്യമാനം സുരൗഖേ. യാനുസ്ഥം വാമബാഹും മൃഗമപി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യദ്യോഗവേഷ്ടം ദദതം ഋഷിഗണേ ജ്ഞാനമീശാനമീഡേ. ഞാൻ ഇന്നിവിടെ ആരംഭിക്കുന്നത് വീരസിംഹാവലോകനം എന്ന ആയുർവേദ ജ്യോതിഷ ഗ്രന്ഥമാണ്. ആദ്യം ആയുർവേദത്തെക്കുറിച്ച് അല്പം. രാഗാതിരോഗാൻ സതതാനുഷക്താനശേഷകായ പ്രസൃതാനശേഷാൻ ഔത്സുക്യമോഹാരതിതാൻ ജഘാന യോ പൂർവവൈദ്യായ നമോസ്തു തസ്മൈ. രാഗാതിരോഗങ്ങളെ ശമിപ്പിച്ച അപൂർവ വൈദ്യനു നമസ്കാരം എന്നുള്ള ഇഷ്ടദേവതാ സ്മരണയോട് കൂടിയാണ് അഷ്ടാംഗഹൃദയം ആരംഭിക്കുന്നത്. ദുഃഖത്രയോപശമനാദ്വിതന്വദേശാശ്വതം സുഖം ജഗത ഹരയേ ധന്വന്തരയേ കരുണാനിധയേ ഭിഷക്തമായ നമഃ. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം ഈ മൂന്ന് വിധത്തിലുള്ള ദുഃഖമകറ്റി ലോകത്തിന് ശാശ്വതമായ സുഖം നൽകുന്നവനും കരുണാനിധിയും ഏറ്റവും വലിയ വൈദ്യനും ആയ ധന്വന്തരിക്ക് നമസ്കാരം. ഇനി ആയുർവേദത്തിൻ്റെ നിർവചനം 1-2 ശ്ലോകങ്ങളിലൂടെ പറയാം. സുശ്രുത സംഹിത സൂത്രസ്ഥാനം അധ്യായം 1 ശ്ലോകം നോക്കാം. ആയുരസ്മിൻ വിദ്യതേനേന വാ ആയുർവിന്ദതീത്യായുർവേദഃ. ഏതൊന്നിലാണോ ആയുസ്സിനെ സംബന്ധിച്ച വിജ്ഞാനം സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണോ ആയുസ്സിനെ പ്രാപിക്കാൻ സാധിക്കുന്നത്, ആ ശാസ്ത്രവിധികളെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഇനി അഷ്ടാംഗ സംഗ്രഹം സൂത്രസ്ഥാനം അധ്യായം 1 ശ്ലോകം നോക്കാം നമുക്ക്. ആയുഷഃ പാലനം വേദമുപവേദമഥർവണം. അഥർവവേദത്തിൻ്റെ ഉപവേദവും എന്നാൽ ആയുസ്സിനെ പരിപാലിക്കുന്നതിനാവശ്യമായ എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ഇപ്രകാരം ആയുർവേദത്തിലെ പല നിർവചനങ്ങളും വിവിധ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച്. പ്രശ്നമാർഗം 1-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. ജ്യോതികൽപ്പോ നിരുക്തം ച ശിക്ഷാവ്യാകരണം തഥാ ഛന്ദോ വിജിതരേതാനി ഷഡംഗാനി വിദുശ്രുതേ. വേദാംഗങ്ങൾ 6 ഉള്ളതിൽ ഒന്നാണ് ജ്യോതിശാസ്ത്രം. ഗ്രഹങ്ങളുടെ ഗതിയെപ്പറ്റിയും അവയ്ക്ക് മനുഷ്യൻ്റെ അനുഭവങ്ങളുമായി വരുന്ന ബന്ധത്തെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. ജ്യോതിഷവും ആയുർവേദവും വേദങ്ങളുടെ അന്തഃസത്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഏകദേശം 4000 വർഷമായി ഈ രണ്ടും ഭാരതീയ ജനതയുടെ ഭാഗമായിട്ട്. ഏത് രോഗം ഏത് അവയവത്തിൽ എപ്പോൾ ഏത് കാരണം കൊണ്ടുണ്ടാകുന്നു എന്ന് അറിയുന്നതിന് ജ്യോതിശാസ്ത്രമാണ് ആയുർവേദത്തെ സഹായിച്ചിട്ടുള്ളത്. വേദത്തിലും ജ്യോതിശാസ്ത്രത്തിലും പ്രഗത്ഭനായിരുന്നു വീരസിംഹനൃപൻ. വീരസിംഹനൃപ വിരചിതമാണ് വീരസിംഹാവലോകനം. ഇതിൽ
75 രോഗങ്ങളുടെ കാരണവും പൂർവാവസ്ഥയും പരിണതിയും വിവിധ അവസ്ഥകളിലെ ലക്ഷണങ്ങളും ചികിത്സയും വിശദീകരിച്ചിരിക്കുന്നു. ജ്യോതിശാസ്ത്രം, കർമ്മവിഭാഗം, താന്ത്രിക പരിഹാര വിധികൾ, നിദാനവും ചികിത്സയും, ചികിത്സാവിധികൾ, കഷായം, തൈലം, ലേഹ്യം, നെയ്യ്, ചൂർണം വിധികളെല്ലാം എന്നീ ക്രമത്തിലാണ് വിഷയനിർമ്മിതി. ജ്യോത്സ്യന്മാർക്കും വൈദ്യന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെട്ടതാണ് വീരസിംഹാവലോകനം എന്ന ഈ മഹത് ഗ്രന്ഥം. പേര് പോലെ തന്നെ മഹത്വമുള്ളതാണ് എന്ന് പറയാം. ശ്രീ വീരസിംഹനൃപ വിരചിതമായ വീരസിംഹാവലോകനം എന്ന ഗ്രന്ഥത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. യച്ചക്ഷുർഭുവനസ്യ ദിവ്യമമലം ധാമ ശ്രുതീനാം പരം യദ്ബ്രഹ്മൈകനികേതനം ച പയസാം ബീജം യദേകം മതം സത്രേഷ്വഗ്നിഹുതസ്യ വേദവിദിതം സ്ഥാനം ച യത് സർവദാ തദ്വപ്പാദു സനാതനം ഹരിമഹത് തത്വപ്രബോധോദയം. ഭുവനത്തിൻ്റെ പരിശുദ്ധവും ദിവ്യവുമായ നേത്രവും, വേദങ്ങളുടെ ഉത്കൃഷ്ടമായ ഇരിപ്പിടവും, ബ്രഹ്മത്തിൻ്റെ വിശിഷ്ടമായ വാസസ്ഥാനവും, പയസ്സുകളുടെ മുഖ്യമായ ബീജവും, യാഗങ്ങളിൽ അഗ്നിയിൽ നിക്ഷേപിക്കുന്ന ഹോമദ്രവ്യങ്ങളുടെ വേദപ്രസിദ്ധമായ സ്ഥാനവും, തത്വപ്രബോധപ്രദവും സനാതനവുമായ ആ സൂര്യൻ്റെ തേജസ് എല്ലായ്പ്പോഴും നമ്മളെ കാത്തരുളട്ടെ. ശ്ലോകം 2. ദൈവജ്ഞാഗമധർമ്മശാസ്ത്രകമായുർവേദദുഗ്ധോദധീനാമധ്യം സ്ഫുരദാത്മബുദ്ധികിരണാവിശ്വോപകാരോജ്വലം ആലോകാമൃതമാതനോതി വിബുധൈരാസേവ്യമത്യദ്ഭുതം ശ്രീമത്തോമരദേവവർമ്മതനയ ശ്രീവീരസിംഹോ നൃപ. ഐശ്വര്യസമ്പൂർണമായ തോമര രാജവംശത്തിലെ മഹാനായ ദേവവർമ്മ രാജാവിൻ്റെ പുത്രനായ ശ്രീ വീരസിംഹരാജാവ് ജ്യോതിശാസ്ത്രം, ധർമ്മശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ ക്ഷീരസമുദ്രങ്ങളെ തൻ്റെ ആർജവമേറിയ ബുദ്ധിയാകുന്ന പർവ്വതം കൊണ്ട് മഥനം ചെയ്ത് അത്യദ്ഭുതകരമായ ഈ ലോകാമൃതത്തെ, വീരസിംഹാവലോകനമാകുന്ന ഈ മഹാഗ്രന്ഥത്തെ നിർമ്മിക്കുന്നു. ഇത് ലോകോപകാരപ്രദമായി പ്രകാശിക്കുന്നതാണെങ്കിലും വിദ്യയില്ലാത്തവർക്കു മനസ്സിലാക്കാൻ പ്രയാസമേറിയതാകുന്നു. ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം പുരുഷാർത്ഥ സമ്പാദനമാണ്. പുരുഷാർത്ഥങ്ങളിൽ വെച്ച് പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ധർമ്മമാകുന്നു. ധർമ്മം ശരീരം കൂടാതെ കിട്ടുന്നില്ല. ആരോഗ്യപരിപൂർണമായ ദൃഢശരീരം മാത്രമേ ധർമ്മപരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് പര്യാപ്തമാവുകയുള്ളൂ. അതിനാൽ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച് ധർമാചാരങ്ങളിൽ കഴിവുള്ളതാക്കുന്നതിനായി രോഗോൽപത്തിക്കുള്ള കാരണങ്ങളും രോഗങ്ങളുടെ സ്വരൂപങ്ങളും രോഗോപദ്രവം നിമിത്തം ഉണ്ടാകുന്ന ദോഷങ്ങളും അവയ്ക്കുള്ള പരിഹാരവും വിശദീകരിക്കുന്നു. പൂർവാചോരക്തങ്ങളായ രോഗങ്ങളെ ഇവിടെ ആദ്യമായി പറയാം. ജ്വരോതിസാരോ ഗൃഹിണി ചാർശ്യോജീർണം വിശൂചിക സാലസാച്ച വിലംബീ ച കൃമിരുക്പാണ്ഡുകാമല ഹലീമകം രക്തപിത്തം രാജയക്ഷ്മാക്ഷദക്ഷയ കാസോഹിക തഥാശ്വാസ സ്വരഭേദസ്ത്വരോജക ഛർദിസ്തൃഷ്ണാ ച മൂർച്ഛാ ച രോഗാപാനാത്യയാദയ ദാഹക്യസ്ത്വപരോന്മാദോ ഭസ്മാരോധാനിലാമയ വാദരക്തമോരുസ്തംഭശ്ചാമവാധോഥ ശൂലരുക് ഭക്തിജം ശൂലമാനാഹ ഉദാവർത്തോഥ ഗുൽമരുക് ഹൃദ്രോഗോ മൂത്രകൃച്ഛ്രം ച മൂത്രാഘാതസ്തദാശ്മരീ പ്രമേഹോ മധുമേഹശ്ച പിടകാശ്ച പ്രമേഹജാ മേധോ ദോഷോദരശോർദോ വൃദ്ധിശ്ച ഗളഗണ്ഡക ഗണ്ഡമാലാപജിർഗ്രന്ഥിരർബുദം ശ്രീപദം തഥാ വിദ്രഥിർവ്രണശോദശ്ച ദ്വൗ വ്രണൗ ഭഗ്നനാഡികൗ ഭഗന്ധരോ ബദംശൗ ച ശോകദോഷസ്ത്വകാമയ ശീതപിത്തമുദർദശ്ച കോഢശ്ചൈവാമ്ലപിത്തകം വിസർപ്പാശ്ച സവിസ്ഫോടാ സരോമന്ത്യോമസൂരികാ ക്ഷുദ്രാസ്യ കർണനാസാക്ഷിശിരാസ്ത്രീ ബാലകാമയാ.
വിഷം ചേത്യയാമുദ്ദേശ സംഗ്രഹേസ്മിൻ പ്രകീർത്തിത. ജ്വരം, അതിസാരം, ഗ്രഹണി, അർശസ് എന്നിങ്ങനെ 75 രോഗങ്ങൾ ഈ സംഗ്രഹത്തിൽ വിവരിക്കപ്പെടുന്നു. ഇനി അധ്യായം 1 ജ്വരനിദാനാധികാരം. ഒന്നാമത്തെ അധ്യായത്തിൽ ഇവിടെ മൊത്തം 61 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ അധ്യായത്തിലോട്ട് കിടക്കാം. സകല രോഗങ്ങളും ജന്മാന്തരകൃതമായ പാപകർമ്മ ഫലങ്ങളാണെന്ന് സ്വകർമ്മഭോക്തം ജായന്തേ എന്ന അതിയായ പദ്യം കൊണ്ട് പ്രശ്നമാർഗ ആചാര്യൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ പദ്യത്തെ ഇവിടെ പറയാം. സ്വകർമ്മഭോക്തം ജായന്തേ പ്രായേണൈവ ഹി ജന്തവ ക്ഷീണേ കർമ്മണി ചാന്യത്ര പുനർഗച്ഛന്തി ദേഹിന. ഇഹ ജന്മാർജിത കർമ്മത്തെ അനുഭവിപ്പാനായിക്കൊണ്ട് ആകുന്നു വരുന്ന ജന്മത്തെ ജന്തുക്കൾ എടുക്കുന്നത്. ആ ജന്മത്തിങ്കിൽ അനുഭവിച്ചു കർമ്മഫലം ക്ഷയിച്ചാൽ ആ ശരീരത്തെ ഉപേക്ഷിച്ചു മറ്റൊരിടത്തെ ശരീരത്തെ ലഭിച്ചു പിന്നെയും ജനിക്കുന്നു. അതിനാൽ ആ ജന്മാന്തരകൃതമായ പാപകർമ്മങ്ങൾക്ക് പരിഹാരം ചെയ്ത് ശാന്തി നേടാതെ എത്രയധികം ചികിത്സ ചെയ്താലും രോഗശാന്തി വരികയില്ല. അതിനാൽ രോഗകാരണത്തിന് ആധാരമായ ജ്യോതിശാസ്ത്രവും അതിനുള്ള ദോഷഫലവും അതിനു കാരണമായ കർമ്മവിഭാഗവും ശേഷം പ്രതിക്രിയാ കർമ്മങ്ങളും തുടർന്ന് ചികിത്സാക്രമവും പറയുന്നു. രോഗങ്ങളെ വിവരിച്ചിട്ടുള്ള ക്രമം അനുസരിച്ച് ആദ്യമായി ജ്യോതിശാസ്ത്ര സിദ്ധാന്ത പ്രകാരം ജ്വരത്തിൻ്റെ ഉൽപ്പത്തിയാണ് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം പറയാം. ഇന്ന് ഇവിടെ നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.